സീറ്റിലിരിക്കും. പ്ലീസ് എല്ലാവരും സീറ്റിലിരിക്കും. അപ്പൊ നമ്മുടെ എല്ലാവർക്കും പ്രിയപ്പെട്ട നമ്മുടെ മണവാളൻ ഇവിടെ എത്തിക്കഴിഞ്ഞു. മിസ്റ്റർ അക്ബർ ഖാൻ, ഡോക്ടർ ഷെറിൻ ഖാൻ. യെസ്, അപ്പൊ എല്ലാവരും സീറ്റിലിരിക്കുക. ഇനി നമ്മുടെ സ്റ്റേജിലെ ഫോട്ടോഷൂട്ടും മറ്റു കാര്യങ്ങളൊക്കെ നടക്കും. ഒരുപാട് താരങ്ങൾ നമുക്ക് ഈ വേദിയിൽ വന്ന് പാട്ടുകൾ പാടാനൊക്കെ ആയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട അക്ബർ ഖാൻ നമ്മുടെ സ്വന്തം അക്കുവിന്റെ കുടുംബത്തിന്റെ ക്ഷണം സ്വീകരിച്ചാണ് എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ദയവ് ചെയ്ത് എല്ലാവരും സീറ്റിലിരുന്ന് സഹകരിക്കുക. അതിനിടയ്ക്ക് ഫുഡ് കഴിച്ച് എല്ലാവരും തിരിച്ചു വരിക, സീറ്റിൽ തന്നെ ഇരിക്കുക ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് ഒരുപാട് അതിഥികൾ ഈ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യട്ടെ. നമുക്ക് ഒരുപാട് ജനപ്രതിനിധികളും അതുപോലെ തന്നെ ഒരുപാട് പ്രിയപ്പെട്ടവരും ഇനിയും നമ്മുടെ ചടങ്ങിന്റെ ഭാഗമായിട്ട് ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുകയാണ് എന്ന സന്തോഷ വാർത്ത കൂടെ നിങ്ങൾ അറിയിക്കുകയാണ്. ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ഷാജി ഖാൻ ഒരുപാട് ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങളിലൊക്കെ നിറസാന്നിധ്യമായ വ്യക്തിപ്രഭാവമാണ്. ഷാജി ഖാൻ ഒന്ന് വിശ്വസിച്ച് പറഞ്ഞു തോന്നുന്നു. ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ യുവ സുഹൃത്തു കൂടിയായ അക്ബർ ഖാൻ്റെ കല്യാണത്തിനാണ് ഇന്ന് എല്ലാവരും ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. ഒരു കല്യാണവുമായി ബന്ധപ്പെട്ട് ഒരു സംഗീത നിശ ഒരുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ജീവിതത്തിൽ പരിചയപ്പെട്ടതാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഇന്നും ആ സ്നേഹം ഇന്നും നിലനിർത്തി മുന്നോട്ട് പോകുന്നുണ്ട്. ഇനിയും അത് ദീർഘകാലം മുന്നോട്ട് പോകട്ടെ എന്ന് സർവശക്തനോട് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് വിവാഹിതരാകുന്ന നവദമ്പതികൾക്ക് എല്ലാ മംഗളങ്ങളും നേരുന്നു നിർത്തുന്നു. താങ്ക് യു ഷാജി. നമ്മുടെ അക്ബർ ഖാൻ ഏഷ്യാനെറ്റ് മൈലാഞ്ചിയിലൂടെ മിന്നും താരമായി വന്ന് പിന്നീട് സി കേരളം സരിഗമപയിലൂടെ വളരെ പ്രഗത്ഭനായ താരമായി മാറി. അതുപോലെ തന്നെ ഇപ്പോൾ ലാസ്റ്റ് നമുക്കറിയാം ബിഗ് ബോസിന്റെ ആ ഒരു പ്ലാറ്റ്ഫോമിൽ പ്രേക്ഷക ലക്ഷങ്ങളുടെ ഇഷ്ടം സ്വന്തമാക്കിയ താരമായി മാറി നമ്മുടെ അക്ബർ ഖാൻ. അപ്പോൾ അക്ബർ ഖാനൊപ്പം മികച്ച പ്രകടനം കാഴ്ചവെച്ച നമ്മുടെ മഞ്ചേരിയുടെ മൊഞ്ചുള്ള എല്ലാമായിട്ടുള്ള ഷാനവാസ്കെ ഞാൻ ഈ രീതിയിലേക്ക് സ്നേഹപൂർവ്വം സന്തോഷപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. എനിക്ക് തോന്നുന്നു ഫ്രണ്ടിലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വെൽക്കം മഞ്ചേരിയുടെ മൊഞ്ചൻ എന്നാണ് ഞാൻ വിളിക്കുന്നത്. യെസ്, ഒരുപാട് സീരിയലിലൂടെ നമ്മളെ പ്രേക്ഷക ലക്ഷങ്ങളെ കാണാൻ പ്രേരിപ്പിച്ച നമ്മുടെ സ്വന്തം ഷാനവാസ്. വെൽക്കം. അദ്ദേഹം മഞ്ചേരിയിലേക്ക് വരുന്നത് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. എനിക്ക് തോന്നുന്നു ഓക്കെ യെസ്, എന്തായാലും ഈ ഒരു ഫോട്ടോഷൂട്ട് കഴിഞ്ഞാൽ ഷാനുഖ് നമ്മോട് സംസാരിക്കുന്നതാണ്. ഈ ധന്യ നിമിഷത്തിൽ ഒരുപാട് പ്രിയപ്പെട്ടവരാണ് നമ്മുടെ ഈ അക്ബർ ഖാൻ്റെ അപ്പോൾ നമ്മുടെ ഈ മംഗല്യ വേളയിൽ വിവാഹാഘോഷത്തിൻ്റെ വേളയിൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് എന്ന സന്തോഷമുണ്ട്. യെസ്, ഓക്കെ ഒരുപാട് ആളുകൾ ഇങ്ങനെ വേദിയിലേക്ക് വന്ന ആശംസയൊക്കെ പറഞ്ഞു പോവുകയാണ്. എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം ഇവിടെ വെച്ചാണോ കണ്ടുമുട്ടി പോകുന്നത് എന്നൊരു ചെറിയ ഡൗട്ടുണ്ട്. എന്തായാലും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ജസ്റ്റ് ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടി അവർ വേദിയിലേക്ക് വരികയാണ്. ഇങ്ങനെ നമുക്ക് ഇനിയും ഒരുപാട് അതിഥികളെ വേദിയിലേക്ക് ക്ഷണിക്കേണ്ടതുണ്ട്. ഈ മംഗല്യത്തിൻ്റെ നിമിഷത്തിൽ നമുക്ക് ചേർത്ത് പിടിച്ച് ഒരുപാട് ആളുകളെ ക്ഷണിച്ചിട്ടുണ്ട് നമ്മുടെ അക്ബർ ഖാൻ. നമുക്ക് ഒരുപാട് ജനപ്രതിനിധികളൊക്കെ ഇനിയും നമ്മുടെ ചടങ്ങിൻ്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിച്ചേരുകയാണ്. നമ്മുടെ MLA മാരും അതുപോലെ MP മാരും ഒക്കെ ഈ ഫംഗ്ഷന്റെ ഭാഗമായിട്ട് ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്. ഓക്കെ, ഷാനവാസ് ബിഗ് ബോസിൽ ഗംഭീരമാക്കി അതുപോലെ തന്നെ സീരിയലിലൊക്കെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്തെങ്കിലും ഒന്ന് പറയണോ അക്ബർ ഖാനെ പറ്റി? ഏറ്റവും കൂടുതൽ ബിഗ് ബോസിൽ ഞാൻ ഫൈറ്റ് ചെയ്തിട്ടുള്ളത് അക്ബറിനായിരുന്നു. പക്ഷേ എൻ്റെ ബ്രദറാണ്, എൻ്റെ
ഞാൻ ഏറ്റവും കൂടുതൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടുള്ളൂ ഇവരോട്. എന്തായാലും വളരെയധികം സന്തോഷം. അവർ രണ്ടുപേരെയും ഞങ്ങൾ ഈ ഒരു മുഹൂർത്തത്തിന് വേണ്ടി ഞങ്ങൾ ബിഗ് ബോസിലുള്ള സീസൺ 7 എല്ലാവരും വെയിറ്റ് ചെയ്യായിരുന്നു. എന്തായാലും അവസാനം ആ മുഹൂർത്തം വന്നെത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരും ഹാപ്പിയാണ്, സന്തോഷമായിട്ടിരിക്കുക. എല്ലാവിധ ആശംസകളും. ഹാപ്പി മാരീഡ് ലൈഫ്. താങ്ക് യു. താങ്ക് യു. സന്തോഷം. നമ്മൾ ചെറിയ പ്രായത്തിൽ തന്നെ ഒരുപാട് അതിഥികൾ ഇങ്ങനെ വരുന്നു. ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ മ്യൂസിക് ടീം ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഒരുപാട് ബിഗ് ബോസ് താരങ്ങൾ ഇങ്ങനെ വരുന്നു. ഈ സമയത്ത് ഇനിയും ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു വഴിയിലുള്ളവരൊന്നും ഇരുന്ന് നമ്മുടെ സീറ്റിൽ ഇരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ സന്തോഷമായേനെ. നമുക്ക് എന്തായാലും ഒരു പാട്ട് കേൾക്കാം. നമുക്ക് ഈ വേദിയിലേക്ക് മ്യൂസിക് പ്രോഗ്രാം ഇവിടെ ആരംഭിക്കുകയാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങളാണ് അടുത്തതായിട്ട് ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. നേരത്തെ ഞാൻ പരിചയപ്പെടുത്തി കഴിഞ്ഞു. നമ്മുടെ ഏറ്റവും പ്രഗത്ഭനായ മ്യൂസിക് ഡയറക്ടറാണ് AR റഹ്മാൻ സാറിന്റെ അതേ വോയിസിൽ പാടിക്കൊണ്ട് പ്രേക്ഷക ലക്ഷങ്ങളുടെ ഇഷ്ടം സ്വന്തമാക്കിയ നമ്മുടെ സ്വന്തം നിഖിൽ പ്രഭ. അദ്ദേഹത്തെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രത്യേകം അക്ബർ ഖാൻ പറഞ്ഞിട്ടുണ്ട്, നിഖിൽ പ്രഭയെ ഒന്ന് വിളിച്ചൊരു പാട്ട് പാടിപ്പിച്ചിട്ട് വിട്ടാൽ മതി റഹ്മാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അദ്ദേഹത്തെ ഞാൻ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഒക്കെ ഒരുപാട് അതിഥികൾ ഇതേ നമ്മുടെ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഇവിടെ എത്തുന്നു. സന്തോഷം. വെൽക്കം. ഓക്കെ, നമുക്ക് ഈ ഫ്രണ്ടിലൂടെ ഫോട്ടോ എടുക്കാൻ പോകുന്ന ആളുകൾ വലത് ഭാഗത്തൂടെ പോവുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായേനെ. ദയവ് ചെയ്ത് ഫോട്ടോ എടുക്കാൻ പോകുന്ന ആളുകൾ റൈറ്റ് സൈഡിലൂടെ പോകണേ എന്ന് വളരെ പ്രധാനപ്പെട്ട ഒരിക്കൽ കൂടെ ഞാൻ അറിയിക്കുകയാണ്. നമ്മുടെ ബിഗ് ബോസ് താരം അനീഷ്. യെസ്, ഒരു നിറഞ്ഞ കൈയ്യടി എല്ലാവരും ചേർന്ന് അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമുക്ക് അക്ബർ ഖാന്റെ കൂടെ ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് മിന്നുന്ന പ്രകടനം തന്നെ കാഴ്ചവെച്ച് ഒരുപാട് പ്രേക്ഷകരുടെ ഇഷ്ടം സ്വന്തമാക്കിയ പ്രിയപ്പെട്ട താരമാണ്. ഏറ്റവും പ്രിയപ്പെട്ട അനീഷ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. സ്വാഗതം, സന്തോഷകരായിട്ട് സ്വാഗതം ചെയ്യാം. ഷമീർ, വെൽക്കം. ഒരു മണവാളൻ പ്രിയപ്പെട്ട സുഹൃത്ത് അക്ബറിനും പ്രിയതമക്കും 1000 മംഗളാശംസകൾ നേരുന്നു. ഒരു 4 വരി ഗാനം ആലപിക്കാനാണ് വന്നത്. അപ്പോ ഈ ഒരു സന്തോഷകരമായ സുദിനത്തിൽ എത്തിച്ചേരാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷം അറിയിക്കും. ഞാൻ എന്തെങ്കിലും ഒന്ന് അനീഷ് എന്തെങ്കിലും ഒന്ന് പറയാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. വേണ്ടേ? വേണമെന്ന് എല്ലാവരും പറയുന്നത് വേണമെന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ഈ ഫോട്ടോ എടുക്കുന്നത് സംസാരിക്കും. നേരത്തെ ഞാൻ ഇങ്ങോട്ട് വന്ന സമയത്ത് തന്നെ ഒരുപാട് ആളുകൾ സെൽഫി എടുക്കാൻ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ബിഗ് ബോസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ ഗംഭീരമായി പെർഫോം ചെയ്തവരാണ് നമ്മുടെ അക്കു ആണെങ്കിലും മനീഷ് ആണെങ്കിലും. എന്തായാലും അക്കുവിൻ്റെ ഈ വെഡിങ് വേദിയിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മുടെ സ്വന്തം മനീഷ്. എല്ലാവർക്കും നമസ്കാരം. തൃശ്ശൂർ എൻ്റെ നാട് കൂടിയാണ്.
ഞാൻ ജോലിക്ക് പോകുന്നുണ്ടായിരുന്ന ഒരു സ്ഥലം കൂടിയാണ്. പള്ളിക്കരത്തിൻ്റെ അടുത്താണ് ഞാൻ ജോലിയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നത്. സോ എനിക്ക് ഇവിടെ വളരെ വ്യക്തമായിട്ട് ഈ പ്രദേശങ്ങളൊക്കെ അറിയാം. അത് അവിടെ നിൽക്കട്ടെ. ഇന്ന് തീർച്ചയായിട്ടും അക്ബറിൻ്റെയും ഷെറിൻ്റെയും ദിവസമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഏറ്റവും മനോഹരമായിട്ട് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരുങ്ങി വന്നിരിക്കുകയാണ് അക്ബറും ഷെറിനും. സോ നമുക്ക് എല്ലാവർക്കും ചേർന്നൊരു വലിയൊരു കയ്യടി അക്ബറിനും ഷെറിനും കൊടുക്കാം. എല്ലാവരുടെ സെന്റർ ഓഫ് അട്രാക്ഷൻ, എല്ലാവരുടെ ആ ഒരു കണ്ണുകളും കാതുകളും നിങ്ങളുടെ അടുത്തേക്കാണ്. ഈ നിമിഷത്തിൽ നിങ്ങൾ രണ്ടുപേരും പരസ്പരം വളരെയധികം തിക് ആയിട്ട് ഇരിക്കുന്നു. ജീവിതത്തിൽ ഇനിയുള്ള കാലങ്ങളിൽ ഒരു 150 വർഷത്തോളം ഇതേ ഒത്തൊരുമയോടും ഇതേ സന്തോഷത്തോടും ഇതേ സ്നേഹത്തോടും കൂടെ ഭൂമിയിൽ വാഴാനും അതിനുശേഷം സ്വർഗത്തിൽ വാഴാനും നിങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവാൻ വേണ്ടി ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഹരീഷ് ഗംഭീരം. നല്ല വാക്കുകൾക്ക് ഒരുപാട് നന്ദി. ഈ വടിയിലുള്ളവർ ഒന്ന് കുറച്ച് സൈഡ് കൊടുക്കും പ്ലീസ്. വടിയിൽ നമ്മുടെ ബിഗ് ബോസിൽ ഒരുപാട് താരങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എല്ലാവരെയും ഓക്കെ. ശരത് അപ്പാനെത്തിയോ? ഹലോ. വേദിയിൽ ഇതാ നമ്മുടെ അനുമോൾ എത്തി, അതുപോലെ ആദില നൂറയൊക്കെ എല്ലാവരും എത്തിയിട്ടുണ്ട്. ഒരു കൈ എല്ലാവരും ചേർന്ന്. യെസ് യെസ് ഓക്കെ. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങളൊക്കെ ഇവിടെ എത്തിക്കഴിഞ്ഞു. ഒരു മൈക്കിൽ കൊടുക്കാം. അതെ, നമുക്ക് അനുമോൾ അതുപോലെ ആദിലയും നൂറയൊക്കെ നമ്മോട് സംസാരിക്കാൻ പോവുകയാണ്. നമ്മുടെ അക്കുവിന്റെ അല്ലേ യെസ്. അപ്പോൾ അനുമോളാണ് നമ്മുടെ ആദ്യം സംസാരിക്കുന്നത്. ആരാണ് ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. ഫസ്റ്റ് ജസ്റ്റ് ഒന്നുകൂടെ അല്ലേ? ഓക്കെ. നമുക്ക് എന്തായാലും അക്കുവിന്റെ മക്കരി ആഘോഷത്തിൽ വരുന്ന സമയത്ത് എന്തായാലും ബിഗ് ബോസിലെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. പക്ഷേ ഇവിടെ എത്തുമ്പോൾ എല്ലാവരും കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് സംഭവിക്കും. അപ്പം പോയിരുന്നു കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു. എന്തായാലും ലൈഫ് ലോങ് ഹാപ്പി ആയിട്ടിരിക്കട്ടെ. അല്ലാവിൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ. ഹാപ്പി ഓക്കെ. താങ്ക് യു. എന്തായാലും ബിഗ് ബോസിലൂടെ ഒരുപാട് സൗഹൃദങ്ങളാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ആദിലയാണ് സംസാരിക്കുന്നത്. ഞാൻ കൈയൊക്കെ കൊടുത്തോ? വെൽക്കം ആദില. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്പി മാരീഡ് ലൈഫ് ആൻഡ് യു വാസ് ലുക്ക് സോ ബ്യൂട്ടിഫുൾ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല രസം. പ്രത്യേകിച്ച് ഇതിന് വേണ്ടിയിട്ട് നന്നായിട്ട് വർക്കൗട്ടൊക്കെ ചെയ്ത് കുറച്ചും കൂടെ ഗ്ലാമറായിട്ടുണ്ട്. ചെറിയ സൈഡിൽ വെച്ചാൽ സൈഡ് ഓർഗനൈസ് എന്തായാലും നിങ്ങൾ ഒരുമിച്ചല്ലോ. എനിക്ക് അതെല്ലാം ഒരുപാട് സന്തോഷം. കാരണം ഒരുപാട് പ്രശ്നം അതിനകത്തുണ്ടായിട്ടൊക്കെ പുറത്ത് ഭയങ്കര ഓരോരുത്തർ അവരവരുടെ കരിയറുമായിട്ട് മുന്നോട്ട് പോവാണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ ഇന്നൊരു കല്യാണത്തിന് നമ്മൾ അവിടെ പ്ലാൻ ചെയ്താണ് എല്ലാവരും കൂടി വരാം. അപ്പോൾ താങ്ക് യു സോ മച്ച് അനുമോൾ ഫോർ കമ്മിങ്. ഒരുപാട് സന്തോഷം നിങ്ങൾക്കും എല്ലാവർക്കും. എന്തായാലും ഇതുണ്ടല്ലോ എന്തായാലും അത് വിന്നറാണല്ലോ. ഈ ഫൈനലെത്തിയില്ല. ഓക്കെ ഓക്കെ. നല്ല ഫോട്ടോ നൂറങ്ങ ഹാപ്പി മാരീഡ് ലൈഫ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് കണ്ടിട്ട് എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിയാം. സോ താങ്ക് യു. ഇനി കെന്ന സംസാരിക്കുന്നു. കെന്ന ഷോ ആങ്കറാണ്. ഞാൻ ഇന്റർവ്യൂവിലൂടെയാണ് അക്ബർക്കൻ ആദ്യം കാണുന്നത്, മീറ്റ് ചെയ്യുന്നത്. അന്ന് തൊട്ട് അക്ബർക്ക മാത്രമല്ല അവരുടെ ഗ്യാങ് മൊത്തം എന്താ പറയുക നിക്ക ഇവിടെ ഗതിയൊക്കെയുണ്ട്. ഭയങ്കര സന്തോഷമുണ്ട്. ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്. എല്ലാം ഈ ഒരു ഹാപ്പിനെസ് എൻ്റെ രണ്ടുപേരുടെ ജീവിതത്തിലുണ്ടാകട്ടെ. താങ്ക് യു. ഒരുപാട് നന്ദി. നമുക്ക് ഫോട്ടോഷൂട്ട് അതുപോലെ അടുത്ത ടീം വേദിയിലേക്ക് വരാൻ വേണ്ടി കാത്തിരിക്കുന്നു. അതിലേക്ക് നമുക്ക് വഴിയിലുള്ളവരൊക്കെ സീറ്റിലിരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ അതിഥികൾക്ക് നമ്മുടെ സ്റ്റേജിലേക്ക് വരാവുന്നതാണ്.
യെസ് ഓക്കെ ഫ്രണ്ടിൽ നമുക്ക് ഒരുപാട് ടീംസ് ആയിട്ട് വന്നിരിക്കുന്നത് ഇൻഫ്ലുവൻസേഴ്സ് ബ്ലോഗേഴ്സ് എല്ലാവരും വന്നിട്ടുണ്ട്. അക്ബർ ഖാൻ്റെയും ഷരീഫ് ഖാൻ്റെയും ഈ വിവാഹാഘോഷം ക്യാമറ കണ്ണിലൂടെയൊക്കെ എടുത്ത് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ ഒരുപാട് അതിഥികൾ ഈ സമയത്ത് നമ്മുടെ ഈ ആഘോഷ വേളകളിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരും ഫുഡ് കഴിച്ച് എന്തായാലും തിരിച്ചു വരാം. നമ്മുടെ പ്രോഗ്രാമുകൾ ആസ്വദിക്കാം. ഇനിയും ഒരുപാട് താരങ്ങൾ നമ്മുടെ വേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ എത്തിച്ചേർന്ന് ഈ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് എത്തിച്ചേർന്ന് എല്ലാവരോടുമുള്ള സന്തോഷം വീണ്ടും അറിയിക്കുകയാണ്. ഒരിക്കൽ കൂടെ നമ്മുടെ ഷിയാസ് കരീം വളരെ നേരത്തെ തന്നെ ഇവിടെ സാന്നിധ്യം വർദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഒരിക്കൽ കൂടെ അദ്ദേഹം ഇവിടെ എത്തുകയും യെസ് ഓക്കെ താങ്ക് യു. നമുക്കൊരു വളരെ പ്രഗത്ഭനായൊരു മൂവി ഡയറക്ടറെയാണ് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. നമുക്ക് എന്തായാലും ഒരുപാട് ആളുകൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ സ്വന്തം അക്ബർ ഖാൻ ഇങ്ങനെ ഒരു ആഘോഷത്തിലേക്ക് വിളിച്ചപ്പോൾ ഇവിടേക്ക് ചേർന്ന സ്നേഹപൂർവ്വം ഈ ഫാമിലിയെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്തിട്ട് നമുക്ക് ഈ വെഡിങ് ഫംഗ്ഷന്റെ ആഘോഷത്തിന്റെ ഭാഗമാക്കിയാണ് ഒരിക്കൽ കൂടെ നമ്മുടെ ബിഗ് ബോസ് ഫൈവ്. യെസ് ഷിയാസിന്റെ പാട്ട് പാടില്ലല്ലോ ഷിയാസ്. യെസ് ഷിയാസിക്ക് വേണ്ടി എന്തായാലും പാടാൻ പറ്റുന്നതായിരുന്നു. അവിടെ പാടി തകർക്കുകയാണ്. താങ്ക് യു പ്രവീൺ ആൻഡ് ഷൈജ സന്തോഷ്. യെസ് അവരുടെ സാന്നിധ്യമാണ് ഇപ്പോൾ ഇതിൽ സന്തോഷകരമായി നമുക്ക് ഈ ധന്യ നിമിഷത്തിൽ നമുക്ക് അവരെ സ്വാഗതം ചെയ്യട്ടെ. ഓക്കെ വ്യത്യസ്തമായ ഒരുപാട് കാഴ്ചകൾ കൊണ്ട് ഒരുപാട് അതിഥികളുടെ സാന്നിധ്യം കൊണ്ട് ധന്യമാകുന്നു നമ്മുടെ സ്വന്തം അക്ബറിന്റെയും ഷരീഫ് ഖാന്റെയും ഈ മൻഖയുടെ വേദി എന്ന വലിയ സന്തോഷമുണ്ട്. ഓക്കെ വീണ്ടും നമുക്കൊരു സിനിമാ ലോകത്തേക്ക് പോകുന്നു. ഒപ്പം തന്നെ ബിഗ് ബോസ് ഫാമിലിയിലേക്ക് തന്നെ പോവുകയാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ സ്വന്തം അപ്പാനി ശരത് അപ്പാനിയാണ് ഫാമിലി അക്ബറിന്റെ അപ്പാനിയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. അപ്പാനിയും ഫാമിലിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ബിഗ് ബോസ് ഫാമിലിയുടെ ഒരു സമയമാണ് ഇപ്പോൾ. നമുക്ക് എന്തായാലും അക്ബർ ഖാൻ ഷരീഫ് ഖാൻ അവരുടെ വെഡിങ് ഫംഗ്ഷന്റെ ഭാഗമായിട്ട് ഒരുപാട് അതിഥികളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. സന്തോഷം. ഈ മുഹൂർത്തത്തെ നമ്മളൊക്കെ കണ്ടും ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇനിയും ഒരുപാട് അതിഥികൾ സംഗീത ലോകത്ത് നമുക്കറിയാം. കേരളം സരിഗമപ്പ റിയാലിറ്റി ഷോയിൽ ഒരുപാട് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ അക്ബർ ഖാനൊപ്പം ഏഷ്യാനെറ്റ് മൈലാൻ ചെയ്തുകൊണ്ട് വീണ്ടും പ്രകടനം കാഴ്ചവെച്ച ഒരുപാട് താരങ്ങളുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ സാന്നിധ്യം നമുക്ക് ഈ വിവാഹാഘോഷത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ നമുക്ക് ഇനി ഒരു പാട്ട് കേട്ടാലോ? ഇനി അടുത്ത സോങ്ങിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ സ്വാഗതം ചെയ്യുന്നത് രണ്ടുപേരാണ്. പ്രബേൻ സിംഗേഴ്സ് ആയിട്ട് നമുക്ക് ഒരുപാട് സംഗീതത്തിന്റെ സൗന്ദര്യം പകർന്ന രണ്ട് ചന്ദ്രോസ്. വെൽക്കം BM and SV ബാദുഷാ മഞ്ചേരി ആൻഡ് സൽമാൻ ഭൈരവ. വെൽക്കം വെൽക്കം. ഹലോ പെട്ടെന്ന് നമുക്ക് ഇനിയും നമ്മുടെ വേദിയിൽ ഒരുപാട് അതിഥികളുണ്ട്. ഓക്കെ അപ്പൊ നീ എന്ത് പറയുന്നു? എന്ത് പറയാനാണ് വലിയ സന്തോഷം. വലിയ സന്തോഷം. അക്ബറിന്റെ എല്ലാ സന്തോഷങ്ങളും കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ എല്ലാവരും പോകുന്ന ഒരുപാട് സന്തോഷം തോന്നി. പക്ഷേ ഒരുപാട് ആശംസകൾ ഒരുപാട് നല്ല നല്ല മനസ്സിലുണ്ടാവട്ടെ. എൻ്റെ പേരും ബ്ലെസ്സിംഗ്. താങ്ക് യു. ഓക്കെ താങ്ക് യു. അപ്പോൾ ശരത് അപ്പാനി ഫാമിലിയൊക്കെ ആയിരുന്നു. വെൽക്കം SV and BM. വളരെ പെട്ടെന്ന് അവരാണ് നമ്മുടെ അക്കുവിന്റെ ഫ്രണ്ടാണ്. സ്വാഗതം. ഓക്കെ വെൽക്കം. ബെല്ലത്ത ജാതിയെ ഞാൻ വിളിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഒരു സ്റ്റൈലിനായിട്ടുള്ള ഒരു ചെറിയൊക്കെ നമ്മൾ ഇങ്ങനെ കേൾക്കാറുണ്ട്. സ്വാഗതം വെൽക്കം ബെല്ലത്ത ജാതി അക്കു. ഓക്കെ അപ്പോൾ ഡബർ കെട്ടി. യെസ് ഇയാളുടെ സംസാരത്തിന്റെ ഒരു വേറെ സ്റ്റൈലാണ്. നമുക്ക് അനീഷേഷന് ഒരു രണ്ടുമൊക്കെ സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനിടയ്ക്ക് സെൽഫിക്കാർ അദ്ദേഹത്തെ വിട്ട് തരുന്നില്ല. അതുകൊണ്ടാണ്. ഓക്കെ അതെ ഈ ഫോട്ടോ എടുത്ത ഡബർ കെട്ടി നമുക്ക് നമ്മോട് എന്തെങ്കിലും എന്ന് പറയും. യെസ് നമുക്ക് പാട്ടോളിക്ക് വരുന്നുണ്ട് വേദിയിലേക്ക്. ജസ്റ്റ് ഓക്കെ പാട്ടോളിക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം.
ഡബർഗഡി എന്തെങ്കിലും ഒന്ന് പറയാം. കൂട്ടുകാരെ വല്ലാത്തതില് അപ്പോൾ അക്ബർ ഖാനും ഡോക്ടർ ഷെറീൻ ഖാനും എല്ലാവിധ മംഗളാശംസകളും നേരുന്നു. അപ്പോൾ ജീവിതം വല്ലാത്തതിലാവട്ടെ. താങ്ക് യു ഡബർഗഡി. ഇതിന്റെ സുഹൃത്തുക്കളെയാണ് ഇപ്പോൾ വേദിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. വളരെ നേരത്തെ തന്നെ നമ്മുടെ ഈ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് നബീൽക്ക. സ്നേഹം സന്തോഷം അറിയിക്കുകയാണ് ഈ അവസരത്തിൽ. ഓക്കെ, ഷിയാസ് ഖാൻ. ഓക്കെ, നമുക്ക് ഇനിയും ഒരുപാട് ആളുകൾ നമ്മുടെ ഈ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് വരുന്നു. ജസ്റ്റ് നമുക്ക് ആ ഒരു വഴിയിൽ എല്ലാവരും ഒന്ന് സൈഡിലോട്ടൊന്ന് മാറിക്കൊണ്ട് ജസ്റ്റ് ഒന്ന് സാധിക്കാം. ഫുഡ് കഴിക്കാൻ പോകുന്ന ആളുകൾ ഫുഡ് കഴിച്ച് തിരിച്ച് ഇവിടെ പാരീസ് ഉൾപ്പെടുന്ന എല്ലാവരും ഫുഡ് കഴിച്ച് തിരിച്ചു വരിക. യെസ്, നമുക്ക്